സിജു സണ്ണി പുതപ്പിക്കുന്ന പരിപാടി ഞാൻ അത്ര വർക്കാവുന്ന ഞാൻ പ്രതീക്ഷയല്ല. അതുപോലെ അയാൾ മറ്റേ ചുമമരുന്ന് കുടിച്ച് ഓഫായി കിടക്കുന്നത്. കാസർഗോഡ് എന്നുള്ള ബോർഡിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചിട്ട് ബസ്സിൻ്റെ ഒരു വൈഡാണ് കാണിക്കുന്നത്. ആ ഷോട്ട് മുതലേ ഫഹദ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഫഹദിനെ മാസ്ക് ചെയ്യുന്നൊരു ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഫ്രണ്ടിൽ ഉണ്ണിമായ പ്രസാദാണ് ഇരിക്കുന്നത്. ഒരു പർദ്ദയിട്ട സ്ത്രീ തലയാട്ടി ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ഉറക്കത്തിൽ. ഈ സ്ത്രീ തലയാട്ടുന്നത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യിച്ചിരിക്കുകയാണ്. എന്തിനാണ് സൗണ്ട്? ശരിക്കും ഇടിക്ക് അങ്ങനത്തെ സൗണ്ട് ഉണ്ടോ? മഹേഷിന്റെ പ്രതികാരത്തിൽ ശ്യാം എഴുതിയിരിക്കുന്ന സീന് 5A കുളത്തിൽ കുളിച്ചു ചേർന്ന മഹേഷ്, അത്രേ ഉള്ളൂ സ്ക്രിപ്റ്റില്. നമ്മൾ എന്തൊക്കെ സ്ക്രീനിൽ കണ്ടു എന്ന് ആലോചിച്ച് നോക്കിയല്ലോ. അപ്പൊ അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. നല്ലത് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. എന്തെങ്കിലും സിനിമയിൽ ഒരു അവസരമൊക്കെ വേണമെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ വെച്ചിട്ട് മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ ചില പിള്ളേരത് അങ്ങോട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാറില്ല. ഇടി വളരെ കുറച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. സമാധാനമുള്ള സിനിമകൾ അങ്ങനെ കുറച്ച് ഇപ്പൊ പറഞ്ഞ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയും പോലെ. നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് സിനിമ കാണാൻ ഭാഗ്യമുള്ള ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എഡിറ്റർ മിസ്റ്റർ കിരൺ ദാസ്, വെൽക്കം ടു ക്രൂ ക്ലബ്. താങ്ക് യു മരിയ. ഓക്കെ, ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടു. ജോജി, ജാനേമൻ, അതുപോലെ തന്നെ ജോസഫ്, 90 മുതൽ ദൃക്സാക്ഷിയും, ഇഷ്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവിയാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഉള്ളൊഴുക്ക് വരെ കിരൺ എഡിറ്റ് ചെയ്തതാണ്. ഉള്ളൊഴുക്കിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപാട് എന്താ പറയുക, ഡ്രാമ മൂവിയാണ്. ബേസിക്കലി വാട്ടർ മെയിൻ തീമാണ്. വെള്ളപ്പൊക്കം, മഴ. ഇതിൽ റിയൽ ആണോ VFX ആണോ, എന്താണ് സംഗതി? രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണെന്ന് പറയാം. കൂടുതലും അത് റിയൽ ആയിട്ട് തന്നെ പിടിക്കാനായിട്ട് കുറച്ച് സമയമെടുത്ത്. വെള്ളപ്പൊക്ക വിഷയം എല്ലാം 2-3 വർഷം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഒരു 2019 മുതൽ വെള്ളപ്പൊക്കം കവർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നതുകൊണ്ട്. പണ്ടൊക്കെ മഴ പെയ്യിക്കുന്നത് മറ്റേ ടാങ്കിനകത്ത് വെള്ളം കൊണ്ട് ചീറ്റിക്കുന്നതായിരുന്നു. ഇപ്പോഴത്തെ VFX മഴ എങ്ങനെയാണ്? അല്ല, മഴ ഇപ്പോൾ VFX മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിനകത്ത് വെള്ളം ചീറ്റിച്ചിട്ട് ഗ്യാപ്പുകൾ വരുന്നത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. മഴ തന്നെ വേണം എന്തായാലും. ഫുള്ളായിട്ട് നമ്മളൊരു മഴ ഇപ്പം ഉച്ചയ്ക്ക് നമ്മൾ മഴ പെയ്ച്ചു കഴിഞ്ഞാൽ ഹൈലൈറ്റ് അടിച്ചു. മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഭയങ്കര സണ്ണും വെയിലും മഴയും കൂടെ ഒരുമിച്ച് വന്ന പോലെയൊക്കെ ഇരിക്കില്ലേ. അപ്പോൾ കുറച്ച് നമ്മൾ ഓവർകാസ്റ്റ് സമയത്ത് ടാങ്കിൽ നമ്മൾ വെള്ളം ചീറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര 100% ഒരു വളരെ വൈഡ് ഷോട്ട് ആണെങ്കിൽ അതങ്ങനെ ഫില്ല് ചെയ്തൊന്നും വരത്തില്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള ടെക്നോളജി ഉപയോഗിച്ചത് ഫില്ല് ചെയ്യും. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഉർവശി ചേച്ചിയുടെ ഒരു സിംഗിൾ ഷോട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എഡിറ്റിംഗ് ടേബിൾ വന്നപ്പോഴത്തേക്ക് കിരണിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു ആലോചിച്ചത്? അല്ല, നമ്മൾ കട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് നമുക്ക് ആദ്യമേ തന്നെ തോന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അൺഎഡിറ്റഡ് ആയിട്ടൊരു സാധനം കാണും. ഇപ്പം നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു നുണക്കഥ പറയുകയാണല്ലോ. മീൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കഥയില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അതിനകത്ത് എഡിറ്റ് നടന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കഥ ആ സാധനത്തിൻ്റെ ഇമ്പാക്റ്റ് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നമ്മുടെ റിയാലിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എത്രമാത്രം കട്ട് കുറയ്ക്കാൻ പറ്റുമോ, അതായത് എത്രമാത്രം നമ്മുടെ പണി കുറയ്ക്കാൻ പറ്റുമോ പണിയെടുത്തിട്ടില്ല. ഒരുപാട് ആക്ടേഴ്സിനെയും കണ്ട ഒരാളാണ്. ഇതിൽ ഒരിക്കലും അത് തീരണ്ടായിരുന്നു, ഇവരുടെ അഭിനയം തീരണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അഭിനേതാക്കളുണ്ടോ? ഐ മീൻ ഇവിടെ അഭിനയം കണ്ടിട്ട് എഡിറ്റിംഗ് ടേബിളിൽ? ബേസിൽ ജോസഫ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. വിച്ച് മൂവി? ജാനേമൻ ബേസിലി. അതേപോലെ കാരണം നമുക്ക് ഭയങ്കര രസകരമായിട്ട്. കാരണം ബേസിൽ എത്രമാത്രം സമയം കൊടുക്കുന്നു, അപ്പോൾ സ്ക്രിപ്റ്റിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എത്രമാത്രം സമയം കൊടുക്കുന്നു. അയാളുടെ ചിരി തന്നെ, ആ ചിരി തന്നെ നമുക്ക് എക്സ്ട്രാ സസ്റ്റെയിൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കര രസമായി തോന്നിയിട്ടുണ്ട് ബേസിൽ. അങ്ങനെ തന്നെ ഫഹദ് ഒബ്വിയസ്ലി നമ്മൾ അങ്ങനെ പറയണം. അതിൻ്റെ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 90 മുതൽ തന്നെ ആണെങ്കിലും ജോജി ആണെങ്കിലും ഷോട്ടിൽ നമുക്കത് ഇയാളുടെ ഒരു ഇത് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് റിയാക്ഷൻ ഉണ്ടണോ എന്ന് ഡൗട്ട് അടിച്ച് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളത് നിന്ന് പെർഫോം ചെയ്യുകയാണ്. അത്രയും അയാൾ ചെയ്ത് വേസ്റ്റ് ആകുമെന്ന് നമുക്കൊരു കുറ്റവും തോന്നും. നമ്മൾ കട്ട് ചെയ്തത് വേസ്റ്റ് അല്ല, മീൻസ് പിന്നെ ആഫ്റ്ററുള്ള സിനിമ കമ്മ്യൂണിക്കേറ്റ് ആവാണല്ലോ, സീൻ കമ്മ്യൂണിക്കേറ്റ് ആവാണല്ലോ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് പലതും. നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ഷോട്ട് തന്നെ ഒരുപാട് സമയത്ത് എടുത്തിട്ടുണ്ടാവുമല്ലോ, പല തവണ. അങ്ങനെ ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്ത് വരേണ്ട ഒരു സീൻ ഏതായിരിക്കും? വിച്ച് മൂവി? മഹേഷിൻ്റെ പ്രതികാരം ഞാൻ അസോസിയേറ്റ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തൊരു പടമാണ്. സൈജു ശ്രീധരനായിരുന്നു എൻ്റെ എഡിറ്റർ. അപ്പോൾ അസോസിയേറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ലൊക്കേഷനിൽ ടോട്ടലി ഞാനാണ് എൻ്റെ ഫസ്റ്റ് കട്ട് എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അതിനകത്ത് ഇൻ്റർവെല്ലിന് ശേഷം സൗബിൻ വന്ന് മഹേഷേട്ട
ജിംസന്റെ വർക്ക്ഷോപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കാരണം ക്യാമറ ഫ്രെയിമിനകത്ത് ഇങ്ങനെ കാണും, പുള്ളി പാസ്പോർട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം പുള്ളി ഇരുന്നിട്ട് ഇങ്ങനെ പറയും, മനുഷ്യട്ടാ ഉച്ചയ്ക്ക് ഏഷ്യൻ മൂവീസിൽ കിരീടമായിരുന്നു, അത് ചെങ്കോലുണ്ട്, അത് കഴിഞ്ഞ് ചെങ്കോലുമായിരുന്നു, ഇപ്പം നമുക്ക് പ്രതികാരം ചെയ്യാൻ പോയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ് പുള്ളി സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഭാഗത്ത് ചിന്ന എന്ന് പറഞ്ഞിട്ട് അത് ഇച്ചിരി ലെങ്ത് ഒരു 1.5 മിനിറ്റുള്ള ഒരു പരിപാടിയാണ്. അതെനിക്ക് തോന്നുന്നു 28 ടേക്ക് 28 ടേക്ക് എടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേണ്ടിയിട്ട് ശരിക്കും അതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഞാൻ ഏറ്റവും എണ്ണം കൂടുതലായിട്ടുള്ള ഒരു സാധനമാണ് തോന്നിയില്ല. അത് 28 ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഏറ്റവും ഫൈനൽ സാധനം കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ മനസ്സിലാവുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടണമെങ്കിൽ അത്രയും ടേക്ക് എടുക്കണമായിരുന്നത് ശരിക്കും ഭയങ്കര. കാരണം അത് ആക്ടേഴ്സിൻ്റെ ടെക്നിക്ക് മാത്രമല്ല, അതിനകത്ത് ക്യാമറയും ബാക്കിയെല്ലാം കുറച്ച് അധികം ഓപ്പറേഷൻസ് കറക്റ്റ് ആയാലാണ്. ഈ 28 നിങ്ങൾ എങ്ങനെ ഒന്നാക്കി? ഇല്ല, അത് നമ്മൾ ഫുൾ പ്ലേ ആയിട്ടുള്ള ടേക്കുകളെല്ലാം നമ്മൾ എടുക്കുകയും വന്നിട്ട് നമ്മൾ ടൈം ലൈനിട്ട് ചൂസ് ചെയ്യുകയും ചെയ്യും. ശരിക്കും കിരണിലേക്ക് ഒരു സിനിമ എങ്ങനെയാണ് എത്തുന്നത്? പൊതുവേ എന്താ പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സമയം പോലും നമ്മൾ ഇന്നായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇന്നായിരിക്കും, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിളിക്കും, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമ്മൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഓരോ അപ്ഡേഷനും നമ്മളെ വിളിച്ച് കൃത്യമായി ഇവർ അപ്ഡേറ്റ് ചെയ്യും. അല്ലാത്തൊരു സിനിമയാണെങ്കിൽ ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കും നമ്മളെ. കാരണം ഇങ്ങനെ ഒരു ഇന്ന ബ്രാൻഡ് ഇന്ന ആൾ വെച്ചിട്ട് ഇന്നൊരാൾ പടം ചെയ്യുന്നുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും, എത്ര കാശ് വേണം ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാശ് പറയും. അപ്പോൾ കാശ് പറയുമ്പോൾ അവർ പറയും അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പടം പോകും. അത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡയറക്ടർ നമ്മൾ വിളിക്കും, സ്ക്രിപ്റ്റ് അയച്ചു തരും, നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഡയറക്ടറുമായിട്ട് നമ്മൾ ഇരിക്കും. നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഒഫൻസീവായിട്ട് ഡിസ്കസ് ചെയ്യും അതിനെ പറ്റിയിട്ട്. നല്ല വഴക്കുണ്ടാവും? ഇല്ലില്ല, അങ്ങനെയല്ല, ഇന്ന കാര്യങ്ങൾ വഴക്കി കയറി പിടിക്കുന്നുണ്ട്. നമ്മളത് സ്ക്രിപ്റ്റുമായി ഡിസ്കസ് ചെയ്യും. നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും, അതുമായിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ അവർ ചിലർ പറയും ഞങ്ങൾക്ക് ഇത് തന്നെ മതി എന്ന് പറയും. ചിലർ നമുക്കത് വളരെ ഇതായിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് നമ്മൾ കൺവിൻസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവരെ കൺവിൻസ് ചെയ്യും. അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും. ഷൂട്ട് തുടങ്ങി ഒരു അതായത് നമ്മൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷൻ വിസിറ്റ് നടത്തി കുറച്ച് റഷസ് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ലോക്കൽ വല്ലതാണെങ്കിൽ അവർ റഷസ് കൊടുത്തു വിടും. ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ അങ്ങനെ നമ്മൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ എഡിറ്റ് ചെയ്ത് പോകും. ഇങ്ങനെ ടോട്ടൽ റഷസ് ആയിട്ടല്ല, അതിപ്പോൾ ഓരോ മറ്റൊരു രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും ഒന്നിനെ പോയി എടുക്കും, അല്ലെങ്കിൽ അവരോട് കൊണ്ടുതരാൻ പറയും, ഓഫീസിൽ കൊണ്ടുതരാൻ പറയും. എന്നിട്ട് നമ്മൾ 4 ദിവസമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നിയാൽ നമ്മൾ വിളിച്ച് പറയും. ഓക്കെ. ഈ എഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ടൈം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് രാത്രിയൊക്കെ. കിരണിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്? ഞാൻ ഇച്ചിരി ഏർലി മോർണിംഗ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാനൊരു 4:30 മുതൽ ഒക്കെ രാവിലെ എഴുന്നേറ്റ് 8-8:30 മണി വരെയൊക്കെ ജോലി രാവിലെ 8:30 വരെയൊക്കെ. വർക്ക് ഫ്രം ഹോം ആണ് എപ്പോഴും? വർക്ക് ഫ്രം ഹോമാണ് എപ്പോഴും വർക്ക് ഫ്രം ഹോമാണ്. പിന്നെ ബാക്കി 8:30 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകൽ ഇഷ്ടംപോലെ സമയമാണ്. നമുക്ക് സിനിമ കാണാം, അല്ലെങ്കിൽ നടക്കാം, എങ്ങോട്ടെങ്കിലും പോകാം, ലൊക്കേഷനിൽ പോകാം, അവിടെ പോകാം. ഞാൻ 10-10:30 ആകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്ര നൈറ്റിൻ്റെ വളരെ കുറവാണ്, ഞാൻ ഏർലി എഴുന്നേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല ഡയറക്ടേഴ്സിൻ്റെയും ഷെഡ്യൂളിന് ഭയങ്കര വ്യത്യാസമുണ്ട്. പലരും ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുന്നേറ്റ് വെളുപ്പിന് 5 മണിക്ക് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സ് ആരും എൻ്റെ കൂടെ ഇരിക്കാറില്ല. വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ വന്നിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വന്തമായി ഇത് ചെയ്യാനും ഓക്കെ നമ്മളൊരു ഇത് ചെയ്തിട്ട് അപ്പം ഒരു 10-12 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഓഫീസിൽ വന്നിട്ട് അത് കണ്ട് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനെ തന്നെ ആദ്യകാലത്തൊക്കെ അങ്ങനെ ഇരിക്കണമെന്ന് പറയുമെങ്കിൽ ഇപ്പൊന്നും ആരും അങ്ങനെ ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ എഡിറ്റേഴ്സ് നീ അത് ചെയ്യുക, നിൻ്റെ ഒരു വേർഷൻ ചെയ്യുക, എന്നിട്ട് ഞാനത് കാണാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഡിസ്കസ് ചെയ്യാമെന്നാണ് തീരുമാനിക്കാറ്. അത് ഭയങ്കര വർക്കായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടേം ഞാനിങ്ങനെ കേട്ടു. എന്താണ് നമ്മുടെ നോർമൽ എഡിറ്റിംഗ് നിന്നും സ്പോട്ട് എഡിറ്റിംഗ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? സ്പോട്ട് എഡിറ്റിങ് ശരിക്കും ഇപ്പോൾ പൊതുവേ സ്പോട്ട് എഡിറ്റർ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് വർക്കാവുന്നത്. അതെന്ന് ടെക്നോളജിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം ഞാൻ പൊതുവേ സ്പോട്ട് എഡിറ്റിൻ്റെ റെഫറൻസ് എടുത്ത് എഡിറ്റ് ചെയ്യാത്ത ആളാണ്. കാരണം ഡെയിലി ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത സാധനം അപ്പം തന്നെ നമ്മൾ ഈ സീൻ ഓർഡർ
അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ എഡിറ്റ് ചെയ്ത് അത് സിനിമ പോലെ സിനിമയായിട്ട് അത് സെറ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളോ ഒരു കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി മാറിയോ എന്തെങ്കിലും ഉള്ള അവിടെ നമ്മളിപ്പോൾ മോണിറ്ററിൽ കാണുന്ന ആ സാധനം നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇപ്പം നമുക്കൊരു എക്സ്ട്രാ ഷോട്ട് കൂടെ പ്ലാൻ ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. എക്സ്ട്രാ ഷോട്ട് കൂടെ പ്ലാൻ ചെയ്യാം. ഗുണമാണ്, അതൊരു ഡയറക്ടറെ സംബന്ധിച്ചുള്ള ഗുണമാണ് ശരിക്കും. അപ്പം അവർക്ക് അത് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും അതായിട്ട്. പക്ഷേ ടേബിളിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചെയ്ത റെഫറൻസ് എടുക്കാൻ ശ്രമിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വെർഷനാണ്, ഞാൻ എൻ്റെ ഒരു വെർഷൻ ഉണ്ടാക്കാൻ നോക്കും. അതെ, ഒരു സെക്കൻഡ് ഡയറക്ടർ പോലെ തോട്ട് വെച്ചിട്ട് അല്ലേ? കേൾക്കാൻ സുഖമുണ്ട് എന്നാലും അങ്ങനെ വേണമെങ്കിൽ പറയാം, രഹസ്യമായിട്ട് ഞാൻ ഇടയ്ക്ക് തന്നെ പറയാറുണ്ട്, പുറത്ത് കേൾക്കാതെ. മറ്റുള്ളവരെന്ത് പറയുന്നത് അറിയില്ല. എന്തായാലും പോട്ടെ, സെക്കൻഡ് ഡയറക്ടർ പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ധാരണ ഉണ്ടാവില്ല, കാരണം ഓൾമോസ്റ്റ് സിനിമ മനസ്സിൽ കണ്ടു തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് വേറൊരു സാധനം കാണുമ്പം അവർ അത് ഓക്കെ ശരി ഇങ്ങനൊരു വേഷം, അല്ലെങ്കിൽ വേഷം ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഷോട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അത് സിംഗിൾ ഷോട്ടിൽ വർക്കായിരിക്കും. ചിലപ്പം ഈ സീൻ നമ്മൾ ഹാഫിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഹാഫിൽ ക്ലോസ് ആയിട്ടുണ്ടാവും, ചിലപ്പം ഡയലോഗുകൾ ഇന്റർചേഞ്ച് ആയിട്ടുണ്ടാവും, ചില ഡയലോഗുകൾ ഒഴിവായി പോയിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ടോട്ടൽ സിനിമ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടോട്ടലി ഒരു ഫൈനൽ ട്രിം പോലെ ചെയ്യാൻ പറ്റും ഒരു പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമ്മളൊരു സിനിമ എത്ര തവണ കാണുന്നുണ്ട്? അത് എണ്ണിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ മാക്സിമം പ്രിവ്യൂവിൻ്റെ എണ്ണം കുറയ്ക്കാറുണ്ട്. കാരണം നമ്മുടെ ലാസ്റ്റ് കണ്ട് കിളി പോകുമെന്ന് പറയില്ലേ, കണ്ട് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എന്തോ ഒരു എസൻസ് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. നമ്മളിപ്പം നമ്മൾ ആലോചിക്കും ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് അലമ്പുള്ളൂ, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിൻ്റെ പ്രിവ്യൂ നമ്മൾ എണ്ണം കുറയ്ക്കാറുണ്ട്. കുറേ പ്രിവ്യൂ കണ്ട സിനിമ ഏതായിരിക്കും? ഇരുന്ന് പ്രിവ്യൂ കണ്ട് 93 നിസാശിയായിരിക്കും. ആണല്ലേ? 93 നിസാശി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടി എഡിറ്റ് ചെയ്തത്. ബുദ്ധിമുട്ട് എന്തായിരുന്നു ചലഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നാമത് രാജീവ് രവി ഷൂട്ട് ചെയ്ത സിനിമ, അതായത് ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ശ്യാം പുഷ്കരനുണ്ട്, ദിലീഷ് പോത്തൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ഫഹദ് ഫാസിന് സുരാജും, നിമിഷയുടെ ഫസ്റ്റ് പടം. നിമിഷ അടിപൊളി ആക്ട്രസ്സാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ഓൾമോസ്റ്റ് ഒരേ കോസ്റ്റ്യൂം തന്നെയാണ് എല്ലാവർക്കും, ഒരേ കോസ്റ്റ്യൂം തന്നെയാണ് എല്ലാവരും. നമുക്കെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരേ ഫ്രെയിം ഒരേ എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരെ ഇമോഷൻസ് മാറുന്നതല്ലാതെ ആ സറൗണ്ടിങ്സ് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ആ സിനിമ നമുക്ക് ടേബിളിൽ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫ്ലോയ്ക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ സാധാരണ സിനിമ പോലെ തന്നെ വരുത്താൻ പറ്റും. ഇത് ഇത്രയും നല്ല കുറച്ച് അധികം കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടും നമുക്കത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ടേബിളിൽ അതിൻ്റെ മൂഡ് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് എന്താണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അതിനായിട്ട് നമ്മുടെ ഒറ്റയ്ക്കല്ല, ടീം ടോട്ടലായിട്ട് വർക്ക് ചെയ്താലാണ് ആ ഒരു പാത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റും. അത് ഫിക്സ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ടൈം എടുക്കുന്നത്. ശരിക്കും ദിലീഷ് പോത്തൻ്റെ ആ ഒരു ഡിറക്ഷനെ കുറിച്ച് എല്ലാവരും പറയുന്ന കാര്യമാണ് ബ്രില്യൻസ്. അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ബ്രില്യൻസ് എങ്ങനെയാണ്? അല്ല, ദിലീഷ് പോത്തൻ്റെ ബ്രില്യൻസ് അല്ല, എഡിറ്റിംഗ് ബ്രില്യൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. ദിലീപ് ഭയങ്കര എഡിറ്റിംഗ് സെൻസ് ഉള്ള ആളാണ്. എനിക്ക് ദിലീഷ് ആദ്യത്തെ വീഡിയോ ആൽബം ചെയ്യുന്നത് പോലും ഞാൻ അദ്ദേഹത്തിന്റെ എഡിറ്ററാണ് ഫസ്റ്റത്തെ മുതൽ. നിങ്ങൾ ഫ്ലാറ്റ്മേറ്റ്സ് ആയിരുന്നോ? ഞങ്ങൾ ഫ്ലാറ്റ്മേറ്റ്സ്. ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, യോർസെൽഫ് അല്ലേ? അല്ല, ഞാൻ ദിലീഷ് പോത്തൻ, മനു അശോകനല്ലേ, ഉയരെ മനു അശോകൻ, പിന്നെ വിഷ്ണു നാരായണൻ. ഇപ്പം നടന്ന സംഭവത്തിന്റെ ഡയറക്ടർ. നിങ്ങളൊക്കെ ഇപ്പം മറ്റേ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന പോലെ ഫ്ലാറ്റിലൊക്കെ നിന്ന് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ സിനിമ സംസാരിക്കാറൊന്നുമില്ല. ഫ്ലാറ്റിൽ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട്. പിന്നെ റോയ് മാത്യു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കരാട്ടെ ചന്ദ്രൻ എന്നൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 5 പേരും ഒരു ഫ്ലാറ്റിലാണ്. ഫഹദിന്റെ മൂവി കരാട്ടെ ചന്ദ്രൻ. ബാക്കി പറഞ്ഞ ദിലീഷ് നായർ, ശ്യാം പുഷ്കരൻ എല്ലാവരും സ്ഥിരമായി വന്നു പോകുന്ന ആൾക്കാരായിരുന്നു. ഈ ഡയറക്ടറും എഡിറ്ററും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടോ? ചെറിയ ചില സൗന്ദര്യ പടക്കങ്ങൾ, അതായത് ചിത്രത്തിന് സൗന്ദര്യത്തിന് വേണ്ടിയുള്ള ചില സൗന്ദര്യ പടക്കങ്ങൾ അല്ലേ? അതിലെ വലിയ വഴക്കിലേക്കൊന്നുമില്ല. ഇതിലാരും ജയിക്കണേ? എഡിറ്റർ തന്നെ ജയിക്കാറുള്ളൂ. എഡിറ്റർ ആയതുകൊണ്ട് എഡിറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ എപ്പോഴും പറയും. ചില സമയത്ത് നമ്മുടെ എന്താ പറയുക, നല്ലൊരു സീനായിരിക്കാം, പക്ഷേ അത് ടൈമിൻ്റെ ലെങ്ത് കൊണ്ട് കട്ട് ചെയ്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ നല്ല എലമെന്റ്സ്, നല്ല സീൻസ് ഒക്കെ ഏതൊക്കെ ആയിരിക്കും ഞങ്ങൾ കാണാത്ത, പക്ഷെ ഉറപ്പായിട്ടും അത് വേണമായിരുന്നു എന്ന് തോന്നുന്നുള്ളത്? ഇല്ല, വേണമായിരുന്നു എന്ന് തോന്നിയിട്ടില്ല. കട്ട് ചെയ്ത് കളഞ്ഞത് പോകേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. കട്ട് ചെയ്ത് കളഞ്ഞല്ലേ. ഏത് മൂവി ആയിരുന്നു അങ്ങനെ വളരെ? അല്ല, ഓൾമോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും സീനുകൾ കട്ട് ചെയ്ത് പോകാറുണ്ട് ലെങ്ത്തിന് വേണ്ടിയിട്ടല്ല,
സിനിമയുടെ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. ആ സീൻ ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷേ സിനിമയിൽ ടോട്ടൽ സിനിമയിൽ ആ സീൻ ഒന്നിനും ആവശ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും കാണാത്ത നല്ല സീനുകൾ ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ പിന്നെ ഗംഭീര സീനുകൾ ഉണ്ടായിട്ടുണ്ട്. രോമാഞ്ചത്തിലൊരു സീൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു? രോമാഞ്ചത്തിൽ ഹൗസ് ഓണർ ഇവരുടെ വീട്ടിൽ ചെക്ക് ചെയ്യാൻ വരുന്ന ഒരു സീനുണ്ട്. ഓക്കെ. അവർ ശരിക്കും 3 പേർക്ക് താമസിക്കാനാണ് ഹൗസ് ഓണർ അവിടെ അനുവാദം കൊടുത്തിട്ടുള്ളൂ. പുള്ളി വരുമ്പോൾ തന്നെ മുറ്റത്ത് നോക്കുമ്പം ഒരു 10-40 ചെരുപ്പ് കിടക്കുന്നുണ്ട്. പുള്ളി കന്നഡക്കാരനാണ്. പുള്ളി ചാടിയകത്ത് കയറും. അദ്ദേഹത്തിന്റെ മോളെയല്ലേ മറ്റേ പയ്യൻ? അതെ അതെ അതെ, പുള്ളി ചാടിയകത്ത് കയറും. അപ്പം എന്ന് പറഞ്ഞാൽ അകത്ത് ഉണ്ടാകുന്ന മറ്റേ കരിക്കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ബാത്റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുക. അപ്പം പുറത്ത് ബാക്കിയുള്ള സൗബിന്, നിരൂപ്, അങ്ങനെ ഇയാൾ ലീഗലായിട്ട് അനുവദിച്ചിട്ടുള്ള ബാക്കി 3 പേരെ പുറത്തുള്ളൂ. അപ്പം ഒരു ബാത്റൂമിൽ തട്ടും, ബാക്കിയുള്ള ആൾക്കാരൊക്കെ കയറിയിരിക്കുക, എല്ലാവരും അത് കയറിയിരിക്കുകയാണ്. അപ്പോൾ കരിക്കുട്ടനെ തട്ടി കഴിയുമ്പോൾ കുറച്ചു നേരം തട്ട് സഹിക്കാൻ പറ്റാതെ പുള്ളി അകത്തുനിന്ന് ഡ്രസ്സില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇത് കണ്ട് അയാൾ പേടിച്ചിട്ട്, കാരണം ഈ ബാത്റൂമിൽ വേറെ ആളെ കയറ്റി വെച്ചിട്ടുണ്ട് എന്ന് ഇയാൾക്ക് ഉറപ്പാണ്. പക്ഷേ ഈ കരിക്കുട്ടനോട് താമസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് പുള്ളി. ഇവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ കുളിക്കുവാണെന്ന് പറഞ്ഞ് പുള്ളി ചാടി പുറത്തേക്ക് ഇറങ്ങി വരും. പുള്ളി അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ശരിക്കും നമുക്ക് നല്ല സീനാണ്. ലെങ്ത് കൊണ്ടല്ല, കാരണം പറഞ്ഞാൽ ആ സിനിമയുടെ ആ സമയത്ത് അത് ഒന്ന് അവിടെ തന്നെ കിടന്ന് കറങ്ങുന്നത് പോലെ തോന്നി. അടുത്തതിലേക്ക് പാസ് ചെയ്യേണ്ട സമയമായി എന്ന് തോന്നിയുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. ഈ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് വരുമ്പോഴത്തേക്കും ശ്യാം പുഷ്കരന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റൈൽ വളരെ ഡിഫറെൻ്റ് ആണ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. വളരെ പുള്ളി റൈറ്റ് ചിലരുണ്ട്. എനിക്ക് എൻ്റെ തോന്നലാണ്, എഴുത്തുകാരും തിരക്കഥാകൃത്തുകളുണ്ട്. പുള്ളി ഒരു സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ട് എക്സാക്ട്ലി, അതായത് പുള്ളി വിഷ്വലിന് വേണ്ടി എഴുതുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ വിഷ്വല് മീൻസ് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിൽ ശ്യാം എഴുതിയിരിക്കുന്ന സീന് 5A കുളത്തിൽ കുളിച്ച് കയറുന്ന മഹേഷ്, അത്രയേ ഉള്ളൂ സ്ക്രിപ്റ്റിൽ. നമ്മൾ എന്തൊക്കെ സ്ക്രീനിൽ കണ്ടു എന്ന് ആലോചിച്ച് നോക്കിയല്ലേ. അപ്പോൾ അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അദ്ദേഹം സെറ്റിലുണ്ടാവും, അവിടെയുള്ള സെറ്റിലുണ്ടാവും, ആ കാര്യങ്ങൾ സംസാരിച്ച് ഓക്കെ നമുക്ക് ഇന്ന സാധനങ്ങൾ ഇന്നത് ഉപയോഗിക്കാം. അതൊന്നും പേപ്പറിൽ എഴുതണമെന്നില്ല. ബാക്കിയുള്ളവർ ഡിസ്ക്രൈബ് ചെയ്ത് വാട്ട് ഈസ് ഗോണ ഹാപ്പൻ സ്ക്രിപ്റ്റിലുണ്ടാവും. അതെ, എന്താണ് പരിപാടി, ഓക്കെ ഇത് കഥ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ഓക്കെ അയാൾ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടാവും. ലൊക്കേഷൻ കണ്ടാണ് അയാൾ എഴുതുക. ലൊക്കേഷൻ എന്താണെന്ന് അയാൾക്കറിയാം, അവിടെ കിട്ടുന്ന പ്രോപ്പർട്ടീസ് എന്താണെന്ന് അയാൾക്കറിയാം. അത് പേപ്പറിലേക്ക് എഴുതിയിട്ടേലും പറഞ്ഞു കൊടുക്കാനും അത് ഡിസ്കസ് ചെയ്യാനും ഒരു ഷൂട്ടിന് മുമ്പ് ഡിസ്കഷൻ നടക്കും. ഉറപ്പായിട്ട് ഡിസ്കഷൻ നടക്കുമ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കൊണ്ട് ദിലീഷായിരിക്കും ഏറ്റവും നന്നായി ശ്യാമിൻ്റെ സ്ക്രിപ്റ്റ് സിനിമയാക്കുന്നത്. അപ്പം അവർ തമ്മിലുള്ളൊരു സ്നേഹവും ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ കീർത്തിയക്കരയിൽ മോഹൻലാൽ കണ്ണ് കാണിക്കുമ്പം മറ്റവൻ കയറി ഇത് പൊട്ടിക്കില്ലേ, ജീവ കയറി മറ്റേ ഇത് കെട്ടിക്കുക പോലെ കണ്ണ് കാണിക്കുമ്പോൾ ചെയ്യാൻ എന്തിനാണ് കാണിച്ചതെന്ന് പരസ്പരം അങ്ങോട്ടും നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സീൻ 5 കുളത്തിൽ കുളിച്ച് ചേർന്ന് മഹേഷ് എഴുതിയാൽ മതി, ബാക്കി ആൾ ചെയ്തോളും. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സീൻസ് ഉണ്ട് ചിരിച്ച് മരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ എഡിറ്റിൻ്റെ സമയത്തല്ല, നമ്മൾ റഷസ് ആദ്യം വരില്ലേ, റഷസ് ആദ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പം ചില സീനുകളൊക്കെ പ്ലേ ചെയ്ത് നമ്മൾ ചിരിച്ചു മരിക്കും. ഏത് സിനിമയായിരിക്കും? ജാനേമൻ, രോമാഞ്ചം? ഇന്നലെ ഒരു സീൻ കണ്ട്, ഇപ്പോൾ ഞാൻ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിലൊരു സീൻ കണ്ട് ശരിക്കും, കാരണം ഷൂട്ടുകൾ കാണുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ചിരിക്കില്ല, പിന്നെ നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റ് പോയി, പിന്നെ നമ്മളത് ഞാനാ ചിരി വെട്ടി ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുക, ഫീൽ ആണ് നമ്മൾ ശ്രമിക്കുക ശരിക്കും. അപ്പോൾ അത് നമുക്ക് ഫീൽ ചെയ്യണമല്ലോ. സിനിമയിൽ എഡിറ്റ് ചെയ്യുന്ന ആൾ തന്നെയാണ് ട്രെയിലർ കട്ട് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഞാൻ ചെയ്യാറില്ല പൊതുവെ, കാരണം ഞാൻ അതിലിച്ചിട്ട് വീക്കാണെന്ന് വിചാരിക്കുന്ന ആളാണ്. ട്രെയിലർ കട്ടിൽ കുറച്ചും കൂടെ ആൾക്കാർ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ എനിക്ക് ഇച്ചിരി സമയം വേണം എന്നൊക്കെ വിചാരിക്കുന്നതാണ്. എന്തോ എൻ്റെ ഒരു പേസ് ട്രെയിലറുമായിട്ട് വർക്ക് ആവാറില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഈ ഇൻസ്റ്റഗ്രാമിലെ പിള്ളേർ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ പേടിയാവാറുണ്ടോ? കാര്യം അവരും തകർപ്പനായിട്ടുള്ള മറ്റേ ആപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും ഞാൻ നല്ലത് കാണുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. എന്തെങ്കിലും സിനിമയിലൊരു അവസരമൊക്കെ വേണമെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ വെച്ചിട്ട് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ ചില പിള്ളേരത് അങ്ങോട്ട് പോയിട്ട് മൈൻഡ് ചെയ്യാറില്ല. ഞാനൊരു സീൻസ് പറയാൻ പോവുകയാണ്. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുള്ള മെമ്മറീസ് ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കണം. തൊണ്ടിമുതലിലെ ഒരു മോഷണം സീനുണ്ട്, നമ്മുടെ നെയിൽ കട്ടറിൻ്റെ മാലയുടെ ഒക്കെ. ഈ സമയത്ത് ഫാദറിൻ്റെ കണ്ണിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇത് ഡയറക്റ്റ്ലി എഡിറ്റിംഗ് ടേബിൾ കണ്ടപ്പോഴത്തേക്കും കിരൺ എന്താണ് തോന്നിയത്?
എനിക്ക് പക്ഷേ അത് അതിനകത്ത് ഏറ്റവും ബ്രില്യൻ്റായി തോന്നിയത് ഫഹദ് ആദ്യം മുതലേ ഇപ്പം മേക്കേഴ്സിൻ്റെയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും എൻ്റർടൈനായിട്ട് തോന്നിയ കാര്യം അവിടെ പറയുന്നുണ്ട്. അതായത് ആദ്യം മുതൽ ഫസ്റ്റ് ഈ കാസർഗോഡ് എന്നുള്ള ബോർഡിൻ്റെ ഒരു ക്ലോസ് റൂട്ട് കാണിച്ചിട്ട് ബസ്സിൻ്റെ വൈഡാണ് കാണിക്കുന്നത്. ആ ഷോട്ട് മുതലേ ഫഹദ് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഫഹദിനെ മാസ്ക് ചെയ്യുന്നൊരു ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഫ്രണ്ടിൽ ഉണ്ണിമായ പ്രസാദാണ് ഇരിക്കുന്നത്. ഒരു പർദ്ദയിട്ട സ്ത്രീ ഇരുന്നിട്ട് തലയാട്ടിയിരുന്ന് ഉറങ്ങുന്നുണ്ട് ഉറക്കത്തിൽ. ഈ സ്ത്രീ തലയാട്ടുന്നത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യിച്ചിരിക്കുകയാണ് മേക്കേഴ്സ്. അതുകൊണ്ടാണ് ശരിക്കും ശ്രദ്ധിക്കാത്തത്. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഇരുന്നുറങ്ങുന്ന ആൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേക്കാം. ഈ സ്ത്രീ തൊട്ട് ഫ്രണ്ടിൽ സീറ്റിൽ തലയാട്ടി നമ്മൾ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറും. അതായത് അങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ചെയ്തത്. അതാണ് ആ സീനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും. ഓക്കെ, റോഷാക്ക് മൂവിയിൽ മമ്മൂക്കയുടെ ഒരു ഫൈറ്റ് സീനുണ്ട്. മമ്മൂക്ക ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ്, തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റിൽ മറ്റേ അദൃശ്യമായ ശക്തിയുണ്ട്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്തത്? ആദ്യമായിട്ട് മമ്മൂക്കയുടെ ഒരു പടം എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായൊരു ഫീൽ എന്തായിരുന്നു? എനിക്ക് ഗംഭീര ഫീലായിരുന്നു. ഗംഭീര ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആരും വിളിക്കാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മമ്മൂക്ക ഒരു പടം ചെയ്യാനായിട്ട് നിസാം വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞ കിളി പോയി. കാരണം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ മമ്മൂക്ക സിനിമ അല്ലെങ്കിൽ ഞാൻ കൈവയ്ക്കില്ല, ഞാൻ വേണ്ട, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ തന്നെ കോൺഫിഡൻസ് കൂട്ടിയൊരു സിനിമയാണ്. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നും അത് ഫലിപ്പിക്കാൻ പറ്റുമെന്നും എനിക്കങ്ങനെ തോന്നി. അല്ലെങ്കിൽ അത്ര സൈക്കോളജിക്കൽ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെയും ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് അങ്ങനെ കടന്ന് ചിന്തിക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ടേക്കിങ്സ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഗംഭീരമാണ്. അത് ഓൾറെഡി അതിനകത്തുള്ള ഇപ്പം ആൾക്കാർ പറയും ഗംഭീര എഡിറ്റായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറയും. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് എക്സാക്റ്റ് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ തന്നെയായിരുന്നു. അത് ടേബിളിൽ നമുക്ക് അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തിട്ടുണ്ട് ഒന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയുടെ ഒരു പേസും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ സ്ക്രിപ്റ്റായിരുന്നു. അത്രമാത്രം മേക്കേഴ്സും പിന്നെ മമ്മൂക്കയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സ് കഴിയുകയും എല്ലാം ചെയ്തൊരു സിനിമയാണ്. വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും ടെക്നിക്കൽ സൈഡാണെങ്കിലും എല്ലാ ഗ്രൂപ്പും ഭയങ്കര ഹൈലി പ്രൊഫഷണൽസ് ആയതുകൊണ്ട് വേറെ യാതൊരു ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്ത് തീർന്ന പടമാണ്. ഈ ചില സീൻസ് തിയേറ്ററിൽ ഭയങ്കര ഓളുണ്ടാക്കിയ സീൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജാനമനിൽ ഏട്ടാ ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞൊരു സീനുണ്ടല്ലോ. അതേപോലെ തന്നെ മറ്റേ രോമാഞ്ചനാഥ് അനാമികയുടെ വീട് കയറി പോകുന്ന സീന്, ഇതൊക്കെ തിയേറ്ററിലെ ആൾക്കാർ ഭീകരമായിട്ട് ചിരിച്ചു. പക്ഷെ ഉറപ്പായിരുന്നു ഇതേ സീൻ തന്നെ എഡിറ്റിംഗ് ടേബിൾ വരുമ്പോഴത്തേക്കും യു പ്രിപ്പയർ ഫോർ ദാറ്റ്? അല്ല ഒരിക്കലും അല്ല. ഞാൻ ഈ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആണ്. ചിലതങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ അതൊക്കെ വർക്കായ സംഭവങ്ങളുണ്ട്. സിജു സണ്ണി യുടെ ഈ പുതപ്പിക്കണ പരിപാടി ഞാൻ അത്ര വർക്കാവുന്ന ഞാൻ പ്രതീക്ഷയല്ല. അതുപോലെ അയാൾ മറ്റേ ചുമമരുന്ന് കുടിച്ച് ഓഫായി കിടക്കുന്നത് പറയുമ്പോഴേ നിങ്ങൾ ചിരിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഞാനത് അത്രയൊരു ഇമ്പാക്റ്റ് തിയേറ്റർ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചൊരു സാധനമല്ല എന്ന് പറഞ്ഞാൽ മീൻസ്. പക്ഷേ പടം ഫൈനലായി വന്ന് ഞാൻ പറഞ്ഞ ഇനീഷ്യലി ഫസ്റ്റ് കാണുമ്പോഴാണ് കേട്ടോ. പടം ഫൈനലായി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഉറപ്പാണ് നമ്മുടെ റീഡിങ്ങിനപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് ജിത്തുവിൻ്റെ റീഡിങ്ങിനപ്പുറത്തേക്കൊന്നും അത് പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കുറേയധികം മൂവീസിൽ VFX കയറാൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പാൽത്തു ജാൻവറിൽ ഞങ്ങൾക്കൊരു വിഷ്വൽ എഫക്ട്സ് കമ്പനി ഉണ്ട്, എഗ്ഗോയിറ്റ് VFX എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ വർക്കുകളാണ് അതെല്ലാം. പാൽത്തു ജാൻവർ, കിങ് ഓഫ് കൊത്ത, മലൈക്കോട്ടെ വാലിബൻ, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ മേജർ സിനിമകളെല്ലാം തന്നെ. ആവേശം ഈ ചില സിനിമയിൽ മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും അത് VFX ആണ്, പക്ഷെ ഞങ്ങൾക്കത് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിയ സിനിമകളായിരിക്കും. ഞങ്ങൾ അറിയാത്ത VFX ഇട്ട സിനിമകളുണ്ടോ? അത് നിങ്ങൾ അറിയാതിരിക്കുന്നതാണല്ലോ ഏറ്റവും. അല്ലെന്ന് ഞങ്ങൾക്ക് അറിയണം. വളരെ നാച്ചുറൽ ആയിട്ട് ഇത് VFX-ലാണോ ചെയ്തത് നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു സിനിമകളുണ്ടല്ലോ അങ്ങനെ. പാലത്ത് ഞാനുള്ള പശു വിഷ്വൽ എഫക്ട്സ് ആയിരുന്നു. ഓക്കെ, അതിനകത്ത് ഉള്ള ഒരു പാതിയോളം പശുക്കൾ കിടക്കുന്നതെല്ലാം VFX ആണ്. അങ്ങനെ പശു ഇല്ല, ശരിക്കും അങ്ങനെ പശുവില്ല, പശു 3D ഉണ്ടാക്കിയതാണ്. രോമാഞ്ചത്തിലെ എലി 3D ആണ്. പിന്നെ കിങ് ഓഫ് കോത്തയിലെ കോത്ത 3D ആണ്, ക്രിയേറ്റഡ് ആണ്. അങ്ങനെ വൈഡി നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനമില്ല, അത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. തങ്കത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ വൈഡ് ഷോട്ട് 3D ആണ്. ശരി. അങ്ങനെ ഒരു വൈഡും പോലീസ് സ്റ്റേഷനും ഇല്ല ശരിക്കും. അത് അപ്പോൾ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണുള്ളത്? അവിടെ ഒരു അമ്പലമായിരുന്നു. ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഗതിയില്ലേ, പലപ്പോഴും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. സിമ്പിൾ വേർഡ്സിൽ ഗ്രീൻ സ്ക്രീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വൈ ഗ്രീൻ സ്ക്രീൻ? വേറെ എന്തൊക്കെ കളർ ഉണ്ടായിരുന്നു അവിടെ?
അല്ല, നമ്മൾ യൂണീക്കായിട്ടൊരു കളർ യൂസ് ചെയ്യാന്ന് തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ ഗ്രീൻ തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പം അത്രയും ഫ്ലൂറസെന്റ് ഗ്രീൻ ആ പിഗ്മെന്റ്സ് പൊതുവേ നമ്മുടെ ശരീരത്ത് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഇപ്പം പൊതുവേ റോട്ടോസ്കോപ്പി ഒക്കെ ഉള്ള കാരണം ഗ്രീൻ സ്ക്രീനൊന്നും അങ്ങനെ പൊതുവേ ആൾക്കാർ ഉപയോഗിക്കാറില്ല. നേരത്തെയൊക്കെ ഉണ്ട്. നമ്മളിപ്പം കാർ പാസിംഗ് ഒക്കെ എടുക്കുവാണ്. കാറിലുണ്ട് ഒരു ട്രാവൽ ചെയ്യുവാണ്, നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഒട്ടിക്കാറുണ്ട് ശരിക്കും സൈഡിൽ. കാരണം കാർ നിർത്തിയിട്ടിട്ട് ചെറിയ ഷാഡോസ് കൊടുത്ത് വിഷ്വൽസ് പോകുന്ന പോലെ ബാക്കി പ്ലേറ്റ് എടുക്കാന്ന് പറയും. ആ പുറത്തേക്ക് പോകുന്ന വിഷ്വൽസ് വേറെ സെപ്പറേറ്റ് എടുത്തിട്ട് കോമ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ശരി, ഈ തങ്കം ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാർ പാസിങ്ങുകളെല്ലാം ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് വണ്ടി മാറ്റി കയറ്റി നിർത്തി ഒരു ദിവസം അങ്ങ് ഷൂട്ട് ചെയ്യുമായിരുന്നു എക്സ്പ്രഷൻ ഇട്ടിട്ട്. എന്നിട്ട് പിന്നെ ആ സെയിം ഹൈറ്റ് വെച്ചിട്ട് പോയി നമ്മൾ ആ വണ്ടി പോകേണ്ട സ്ഥലങ്ങളുടെ ഷോട്ട്സ് എടുത്തു വന്നിട്ട് അത് കോമ്പോസിറ്റ് ചെയ്ത് കയറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അപ്പാർട്ട് ഫ്രം മൂവീസിലെ എഡിറ്ററാണ്, പക്ഷേ സോങ്സും എഡിറ്റ് ചെയ്യാറുണ്ടോ കിരൺ? ചെയ്ത പാട്ടുകളിൽ ഏറ്റവും ഹിറ്റ് ഏതായിരിക്കും? ജോസഫ് ഉണ്ട്, ഇഷ്കിലെ പാട്ടുണ്ട്, ഇതൊക്കെ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കണ്ട പാട്ടുണ്ട്. ടോപ്പ് നിൽക്കുന്ന പാട്ടുണ്ട് രോമാഞ്ചത്തിലെ. എനിക്ക് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു പാട്ടുണ്ട്, പൊടിമീശ മുളയ്ക്കുന്ന കാലം എന്ന് പറഞ്ഞു. പൊടിമീശ മുളയ്ക്കാൻ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പ്ലേ ബാക്ക്. ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്പെഷ്യൽ ആണ് എപ്പോഴും. പാട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണോ? അല്ല, ഒട്ടുമല്ല. സിനിമേനെക്കാട്ടും പണിയാ? അല്ല, നമ്മളത് പാട്ടെന്നല്ല, അതൊരു സീനായിട്ട് തന്നെ കൺസീവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അതിപ്പം അതിൽ നിന്ന് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് നമ്മളങ്ങ് ചെയ്യുക എന്ന് തന്നെ ഉള്ളൂ. എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ജോസഫിലെ പാട്ട് ഇത്രയ്ക്കൊരു ഒരു ഹൈറ്റിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. പൂമുത്തോളെ എനിക്ക് തോന്നണെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി പ്ലാൻഡ് സോങ് അല്ല പൂമുത്തോളെ. അത് എഡിറ്റിന് ശേഷം ഉണ്ടായ കുറേ പാട്ടുകളുണ്ട് അതിനകത്ത് ഒരു 3 പാട്ട് എന്തോ ആണ് ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 3 പാട്ടുകൾ എഡിറ്റിന് ശേഷം നമ്മളിപ്പോൾ സ്കോർ ചെയ്യില്ലേ, അപ്പോൾ നമ്മൾ റീ റെക്കോർഡിങ് ചെയ്തതിനേക്കാൾ ബെറ്റർ നമുക്ക് അവിടെ കുറച്ച് വരികൾ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കൂടുതലുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ട് നല്ല മ്യൂസീഷ്യനാണ് രഞ്ജിൻ. അപ്പം നല്ല മ്യൂസീഷ്യനാണെങ്കിൽ അവർക്കത് പറഞ്ഞത് കൃത്യമായി മനസ്സിലാവുകയും അവിടെ ഒരു അതിനുള്ള കൃത്യമായി സ്പേസ് കണ്ടെത്തുകയും അങ്ങനെയാണ് അതിനകത്ത് ബോഡിയിൽ ഉമ്മ വയ്ക്കുമ്പോൾ ഒരു പാട്ടുണ്ട് ജോസഫിനകത്ത്, പൂമുത്തോളെ എന്നുള്ള പാട്ട്, മറ്റേ വേറൊരു പാട്ട്. അങ്ങനെ ഇത് എല്ലാം ഈ 3 പാട്ടുകൾ എഡിറ്റിന് ശേഷം സ്കോറിന് പകരമായിട്ടുണ്ടായിരിക്കുന്ന പാട്ടുകളാണ്. നമ്മൾ പൂമുത്തോളിനെ കുറിച്ച് സംസാരിച്ചു, അതേപോലെ തന്നെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഇതാണ് ജോജിയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ എഡിറ്റിംഗ് ടേബിൾ അത് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് സ്കോർ ചെയ്ത് കിട്ടിയത്, സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. ജോജിയിലെ ഫസ്റ്റ് ആ പ്രൈമറി ട്രാക്ക്, അതായത് ബൈക്ക് ഓടിച്ച് അവർ ആ വീടിനകത്തേക്ക് കയറുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ശരിക്കും ഇനി സിനിമ മുഴുവൻ വീടിനകത്താണ്. ഇപ്പോൾ പൊടിമസാക്ഷിയിൽ സുധാകരൻ 2 ബക്കറ്റ് വെള്ളമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന പോലെ തന്നെ പിന്നെ അതായത് ടോട്ടലി പ്രേക്ഷകരെ മുഴുവൻ തിയേറ്ററിനകത്ത് ഈ പോലീസ് സ്റ്റേഷനകത്തേക്കും ഈ വീടിനകത്തേക്കും കൊണ്ടുവരുന്ന അതിൻ്റെ ഉപയോഗിച്ചിട്ട് മ്യൂസിക് ഉണ്ട് ജോജിയിൽ. ആ മ്യൂസിക് ഓൾറെഡി ജസ്റ്റിൻ ചെയ്ത് നമുക്ക് ആദ്യം തന്നതാണ്. ഓക്കെ, അദ്ദേഹം എന്തോർത്തിട്ടാണത് അത് ജസ്റ്റിനോട് ചോദിക്കണം. ജസ്റ്റിൻ അത് അത്രമാത്രം ബ്രില്യൻ മ്യൂസീഷ്യനാണ് ജസ്റ്റിൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ജസ്റ്റിൻ ഉപയോഗിക്കുന്ന ടെക്നോളജികളായിട്ടാണെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നീഷ്യന്മാരായിട്ടാണെങ്കിലും എല്ലാം ഭയങ്കര സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പരിപാടിയാണ്. നമ്മളെ നല്ല സുഹൃത്താണ് ജസ്റ്റിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ്റെ സ്കോർ വെച്ചിട്ട് ഞാൻ ജോജിയുടെ മൊണ്ടാഷസ് റീപഞ്ച് ചെയ്തിട്ടുണ്ട്, റീ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും സ്കോറിന് വെച്ചിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രമാത്രം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമ ഒരു ജസ്റ്റിൻ്റെ സംഗീത സിനിമേനൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ശരിക്കും. ഇനി പാട്ടല്ല, ഫൈറ്റിംഗ് സീക്വൻസ് നമ്മൾ സിനിമയിൽ കാണുമ്പോഴത്തേക്ക് ടിഷ്യും ഭയങ്കര ഒച്ചയൊക്കെ ആയിട്ട് വരുന്നത്. ഈ സൗണ്ട് എഫക്ട്സിന് സ്പെഷ്യൽ ഒരു ഗാലറി തന്നെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. ഈ ഇടിക്ക് എന്തിനാണ് സൗണ്ട്? ശരിക്കും ഇടിക്ക് അങ്ങനത്തെ സൗണ്ട് ഉണ്ടോ? ഇല്ല, കാരണം എനിക്കങ്ങനെ ഇടി കിട്ടാത്തതുകൊണ്ട്. പ്രത്യേകിച്ച് ഞാനങ്ങനെ അധികം കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ക്രിയേറ്റീവ് ശബ്ദം തോന്നുന്നു, പണ്ടത്തെ പോലെ അല്ല. പണ്ട് കൈ വീശുന്നതിനൊരു എന്നൊരു സാധനം ഇടും, അതിനോട് ജോയിൻ്റ് ആവുന്നതിന് ഒരു ഇടിയിടും. അങ്ങനെ അത്ര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അത്രയും ബുദ്ധിമുട്ടില്ല. ഹിറ്റിൽ മാത്രം ശബ്ദമുള്ളൂ തോന്നുന്നു, ചെറുതായിട്ട്. വെല്ലിടിക്ക് ചെറിയൊരു സൗണ്ട് അത്രയേ ഉള്ളൂ. വെല്ലിടിക്ക് ചെറിയ ശബ്ദം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭയങ്കര ശക്തമായി ഇടുകയാണ് യുണീക്കായ ഒരു ശബ്ദം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പം പിന്നെ എല്ലൊടിയുന്ന ശബ്ദം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് കൂടുതലുണ്ടാവുന്നുണ്ട്. തമിഴ് സിനിമ കണ്ടാൽ അറിയാം, എല്ലാ ഇടിക്കും എല്ലൊടിയുന്ന ശബ്ദം ഉണ്ടാവും. എല്ലൊടിയ അല്ലെങ്കിൽ ചോര ചീറ്റുന്ന ശബ്ദം, തലച്ചോറ് ചേർത്തുന്ന ശബ്ദം.
ഒരു കാര്യം കൂടെ, നമ്മൾ ശരിക്കും സിനിമയിൽ കാണുമ്പോഴത്തേക്ക് ഇടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മുഖത്ത് കൊള്ളുന്ന പോലെ നമുക്ക് കാണുന്നുണ്ട്. ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അല്ല ശരിക്കും കൊടുക്കുന്നുണ്ടോ? ശരിക്കും ഇടി ഹിറ്റ് കിട്ടില്ല. അതായത് ഫാസ്റ്റ് ടൈമിൽ മൂവ് ചെയ്യുകയും 2 ആക്ടേഴ്സും ടൈമിംഗ് ആണത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായി ഒഴിവാകണമെന്നുള്ള നല്ല ഇടി കിട്ടും. ഓക്കെ, അതായത് 2 ആക്ടേഴ്സും കൃത്യമായി പെർഫോം ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് ഇടി ഉറപ്പാ. പിന്നെ ഇടി കൊള്ളുന്ന മൊത്തം നീരായിട്ട് വീട്ടിൽ പോകുള്ളൂ. അപ്പൊ അടിപൊളി ഇടികൾ ഏതൊക്കെയായിരിക്കും? ഞാൻ ആകെ എനിക്ക് തോന്നുന്നു ഇടി വളരെ കുറച്ച് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ സമാധാനമുള്ള സിനിമകൾ അങ്ങനെ കുറച്ച് ഇപ്പൊ പറഞ്ഞ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയും പോലെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുകയും. റൊഷാക്കൊക്കെയാണ് കുറച്ച് ഫൈറ്റുള്ള സിനിമകൾ. പിന്നെ ഫൈറ്റുള്ള ഏതാണ്, ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിരുന്നു, അതിനകത്ത് ഫൈറ്റ് ഉണ്ടായിരുന്നു. അല്ലാതെ വളരെ കുറവാണ്. കുറച്ച് സ്നേഹവും നന്മയും നാട്ടുമ്പുറവും സംഗീതവും. അപ്പോൾ it was lovely talking to you. Thank you so much. Hope you had a great time with us. Thank you very much. Thank you.